എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്കൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ബേസിലുണ്ടാകുന്നൊരു കാർഡ്ബോർഡിൻ്റെ പീസില്ലേ, അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്താലും മതി. ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ ബ്ലാക്ക് കളറിലുള്ള അക്രിലിക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ത് കാർഡ്ബോർഡാണ് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കട്ടിയുള്ളത് എടുക്കണം. അത് കാരണമാണ് ഞാനിത് എടുത്തത്. എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് എടുത്തു. നിങ്ങൾക്ക് എന്ത് കാർഡ്ബോർഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ അത്യാവശ്യം തിക്നെസ് ഉള്ളതായിരിക്കണം എന്ന് മാത്രം. ഇനി തിക്നെസ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ഒട്ടിച്ചെടുത്താലും മതി. ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ അതിൻ്റെ മേലെ ഞാൻ വൈറ്റ് കളറിലുള്ള പെയിൻറ്റ് കൂടി അടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഹാഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് പെയിൻറ്റ് ഹാഷ് കളർ ആക്കിയതിന് ശേഷം ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ അതിന് ശേഷം ഇവിടെ ഒരു ഇമേജ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഇമേജാണ്. ആ ഇമേജ് ജസ്റ്റ് പെൻ ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് വരയ്ക്കുകയാണ്. ട്രേസ് ചെയ്യണമെങ്കിൽ ട്രേസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പെൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് വരയ്ക്കുകയാണ്. ആ ഇമേജ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇമേജ് വരച്ചെടുത്തത്. ഇമേജ് വരച്ചതിന് ശേഷം ആ ഇമേജ് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് ഞാനിവിടെ സിൽവർ കളറിലുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. ആ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് അവിടെ ഒന്ന് സിൽവർ കളറിലുള്ള പൗഡർ വീഴാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ചെയ്യുമ്പം ശ്രദ്ധിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആ സൈഡിൽ കുറച്ച് തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ പിന്നീട് അത് ഒന്നുകൂടി പെയിൻറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ കയ്യിൽ ആ മൂടിയിലുള്ള പെയിൻറ്റ് കുറച്ച് അവിടെ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ബ്ലാക്ക് കളറിലുള്ള അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടൊന്ന് കളർ ചെയ്തെടുക്കാം. ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു ഹാഷ് കളർ ആക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ബ്ലാക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റി ഉണ്ടാവില്ലല്ലോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറിലുള്ള നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് അവൈലബിൾ ആണല്ലോ. ബ്ലാക്ക് കളറിലെ ക്രാഫ്റ്റ് പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതിൽ ഇമേജ് വരച്ചിട്ട് അത് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചാലും മതി. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സർഫസിൻ്റെ അകത്ത് വരച്ചിട്ട് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചാലും മതി. ബ്ലാക്ക് കളറിൽ പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചാലും മതി. ഞാൻ ജസ്റ്റ് ഇവിടെ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിതൊന്ന് മൊത്തം പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറിൽ അതിൻ്റെ ഗൗണ് കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഗൗണ് കളർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ടാണ് നമ്മളിവിടെ ഫെദർ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞാൻ കളർ ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫെദേഴ്സ് എടുത്തിട്ടുണ്ട്. എന്ത് വേണം, ഏത് ടൈപ്പുള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ തറ്റത്തായിട്ട് ബോട്ടം ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സിൽവർ കളറിലുള്ള പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ബാക്കിയുള്ളത് താഴെ വീണോളും. അതങ്ങനെ തന്നെ അവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തൂവൽ കൂടി മൊത്തം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് കളറിലുള്ള തൂവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വൈറ്റ് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഇമേജിലേക്ക്
അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓവർലാപ്പ് ചെയ്തിട്ട് താഴെ കുറച്ച് വലിയ പീസ് വെച്ച് കഴിഞ്ഞിട്ട് മേലേക്ക് വരുമ്പം ചെറുതായിട്ട് കുറച്ച് വയ്ക്കുക. ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. മേലേക്ക് കുറച്ചും കൂടി തൂവൽ അധികം വരുന്ന ഇതാണ് എടുത്തിട്ടുള്ളത്. താഴെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതായത് ഇളയതാണ് മേലേക്ക് കുറച്ചും കൂടി എടുത്തിട്ടുള്ളത്. മേൽഭാഗത്ത് വരുന്ന തൂവലാണ് എടുത്തിട്ടുള്ളത്. താഴെ കുറച്ച് പ്ലെയിൻ സർഫസ് ആയിട്ടുള്ളതാണ് എടുത്തിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. നമുക്കിത് മൊത്തം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഡെക്കറേഷന് ഇവിടെ ചെറിയ വൈറ്റ് കളറിലുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ അരഭാഗത്തായിട്ട് വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഗൗണിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം ചെറിയ ബീഡാണ്, കാഴ്ചയ്ക്ക് ഭംഗിയുണ്ടെങ്കിൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ അല്ല എന്ന് തോന്നിയത് കാരണം ഞാനിവിടെ സ്റ്റോൺ ചെയിൻ അതിൻ്റെ തൊട്ട് മേലെയായിട്ട് ഒരു ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി സ്റ്റോൺ ചെയിൻ ആണ് വിസിബിലിറ്റി കൂടുതലുള്ളത്. കാരണം മറ്റേത് നമ്മൾ ഫെദറിൻ്റെ അതേ സെയിം കളറായത് കാരണം, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് കളറായത് കാരണം അത്ര അങ്ങോട്ട് വിസിബിൾ അല്ല. പക്ഷേ സ്റ്റോൺ ചെയിൻ വെച്ച് കൊടുത്തപ്പോഴാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയത്. ഇനി അതേ സ്റ്റോൺ ചെയിൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ മുടീൻ്റെ ഭാഗത്തും നെക്കിലും കൂടി നെക്ക് പീസാക്കിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡെക്കറേഷനായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ സിൽവർ കളറിലുള്ള 3D ഔട്ട്ലൈനർ ഉപയോഗിച്ചിട്ട് നമ്മളെ മേൽഭാഗത്ത്, അതായത് ഈ വാൾ ഡെക്കറേഷൻ്റെ മേൽഭാഗത്ത് സ്റ്റാർ വരച്ചു കൊടുക്കുകയാണ്. എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ സ്റ്റാർ വരച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അങ്ങനെ ചെയ്തെടുക്കുന്നു എന്ന് മാത്രം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. വാൾ ഹാങ്ങിങ് റെഡിയായി. ഇനി നമുക്കൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറിലുള്ള റോളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ചുറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം സെല്ലോ ടാപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ബാക്ക് വശത്ത് വെച്ച് അതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് ഒട്ടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടർന്നു വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ്